ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതേപോലെ ഒരു പേപ്പറിൽ ഞാൻ ഒരു സ്റ്റാർ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു 5 സ്റ്റാറിൻ്റെ ആ ഒരു ഭാഗങ്ങൾ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് 6ആയിട്ടോ 7ആയിട്ടോ ഒക്കെ ചെയ്യാം. എന്നാലും 5 എണ്ണം വെച്ച് ചെയ്യുമ്പോഴാണ് ഒരിത്തിരി കൂടി ഭംഗി ഉണ്ടാവുക. ആ ഒരു സ്റ്റാറിൻ്റെ ഒരു ഇഫക്റ്റ് കൂടുതൽ തോന്നുക അതായിരിക്കും. അപ്പോൾ ഞാൻ അതേപോലെ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് എണ്ണങ്ങൾ വേണം. അപ്പോൾ ഈ ഒരു അടയാളത്തിൽ തന്നെ ബാക്കിയുള്ളതും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കുപ്പിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ചെറുതോ വലുതൊക്കെ ആക്കി മാറ്റാവുന്നതാണ്. കാരണം ഒരുപാട് വലുതാവരുത്. കാരണം നമ്മൾ കുപ്പി മുട്ടിക്കുമ്പോൾ 2-3 എണ്ണം ഇതേപോലെ തന്നെ ഒട്ടിച്ചാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ 2-3 എണ്ണമൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുപ്പിയുടെ സൈസ് അനുസരിച്ച് വ്യത്യാസം വരുത്തുക. അപ്പോൾ വലിയ കുപ്പി എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ചെറിയ കുപ്പി ഉപയോഗിച്ചിട്ട് ചെറിയ സ്റ്റാർസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ ബോട്ടിൽ ആർട്ടുകളൊന്നും ചെയ്തില്ലായിരുന്നു. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത് ഒരു ബോട്ടിലുമായിരുന്നു എന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഈ പ്രാവശ്യം എന്തായാലും ബോട്ടിൽ ആർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമുക്കിതൊന്ന് പശ എടുത്തിട്ടൊന്ന് ഒട്ടിച്ച് നോക്കിയാൽ. ഒരുപാട് പശ അങ്ങോട്ട് കൊട്ടി ഒഴിക്കേണ്ട, കാരണം നമുക്ക് ഇത് ഒന്ന് ഒലിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു സ്റ്റാർസും വെച്ചിട്ടുണ്ട്. അതിന് 6 കാലുകളുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ റെഡ് കളറിലെ പെയിൻ്റാണ് ഇതുപോലെ ഒന്ന് അടിച്ച് കൊടുക്കുന്നത്. ആ ഒരു ക്രിസ്മസിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റെഡ് കളർ കൊടുത്തത്. നിങ്ങൾക്ക് വേറെ കളറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും റെഡാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ക്രിസ്മസിൻ്റെ ആ ഒരു കളർ എന്നൊക്കെ പറയുമ്പോൾ റെഡും വൈറ്റും അല്ലേ വരിക. അപ്പോൾ അതുകൊണ്ടാണ് റെഡ് തന്നെ ചെയ്ത് കൊടുത്തത് കേട്ടോ. ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാറിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ഒന്ന് ഊരിയെടുക്കുക. കാരണം ആ ഒരു പെയിൻ്റ് അടിച്ചിരിക്കുന്നതൊക്കെ പോകരുത്. അതങ്ങനെ പോകത്തൊന്നുമില്ല, എന്നാലും ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പശയും പെയിൻറ്റും കൂടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ പോന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പയ്യെ എടുക്കാൻ പറഞ്ഞത്. ഇതേപോലെ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒന്നും ആ ഒരു പെയിൻ്റ് ഒന്നും വരാണ്ട് കിടപ്പുണ്ടാവും. നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ തന്നെ ആദ്യം ഒട്ടിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് വേറെ കളറൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒട്ടിക്കാം. ഞാനിപ്പോൾ അതിലേക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല, കാരണം നമുക്കത് പ്ലെയിൻ ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ചുറ്റിനുമാണ് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ ഡോട്ടുകൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഇറുക്കിലിയോ കോലോ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ തീപ്പെട്ടിയുടെയൊക്കെ ആ ഒരു കൊള്ളി എടുത്തിട്ട് അതുകൊണ്ടായാലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഡോട്ടുകൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളറൊക്കെ യൂസ് ചെയ്യാം. എന്നാൽ യെല്ലോ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ തിളക്കമുള്ള കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും ചുറ്റിനും ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ സ്റ്റോണിൻ്റെ പൊട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതായാലും വെച്ച് കൊടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലൊരു ഭംഗി തോന്നാറുണ്ട് കേട്ടോ. ചെറിയ സ്റ്റാറുകൾക്ക് ചുറ്റും ഞാൻ ആ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും കൂടി നല്ല ഭംഗിയിലിരുന്നോളും. പിന്നെ ആ ചെറിയ ഡോട്ടുകളൊക്കെ അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ. പിന്നെ ഞാൻ ഇതുപോലെ മുകളിൽ ആ ഒരു യെല്ലോ കളർ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഡിസൈനൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതേപോലെ ഒരു പഴയ ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് എന്തെങ്കിലും ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് പൊതിയുക. ഇതിപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന ആ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് പൊതിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും. സെല്ലോ ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വള്ളിയൊക്കെ ഉപയോഗിച്ച് ചെറിയ നൂലൊക്കെ ഉപയോഗിച്ചിട്ട് ചുറ്റി കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ചുറ്റി കൊടുത്തിട്ട് മുകളിൽ വന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചാക്കുനൂലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ചരടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ചാക്കുനൂലാകുമ്പോൾ ഇത് കടയിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചാക്കുനൂലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടില്ല, ഇതേപോലെ എന്താ പറയുക, ഒതുങ്ങിയിരിക്കത്തില്ല, അതേപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചാക്കുനൂലിനുണ്ടാകും. കാരണം അത് പൊതിഞ്ഞൊക്കെ ചെയ്യുമ്പോൾ അത്ര നല്ല ക്വാളിറ്റി ആയിരിക്കില്ല. പക്ഷെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ചാക്കുനൂലൊക്കെ കിട്ടും കേട്ടോ. അതാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും. ഞാനിപ്പോൾ ഇതുപോലെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഐഡിയ നമ്മൾ കഴിഞ്ഞ ക്രാഫ്റ്റ് ഐഡിയയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് ഐഡിയയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളിതുപോലെ തൂക്കിയിടാനുള്ള ക്രിസ്മസ് ട്രീ തൂക്കിയിടാനുള്ള ചെറിയ ചെറിയ മണികളൊക്കെ ഇട്ട് നമ്മൾ ചെയ്തിരുന്നു. ചെറിയ ഇതേപോലെ എന്താ പറയുക, ചെറിയ ബോളുകളൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പ്രാവശ്യം കമ്മ്യൂണിറ്റി ടാബിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം.
പിന്നെ ഞാൻ ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തല്ല, കവർ ചെയ്തെടുക്കുകയാണ്. കവർ ചെയ്തെടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരുപാട് ഇങ്ങനെ ഇളകി പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കടയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു നൂലായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. പലചരക്കടയിൽ നിന്ന് കിട്ടുന്ന ചാക്ക് നൂലായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബോട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ആ ഒരു സെല്ലോ ടേപ്പ് അതിൻ്റെ മീതേക്ക് ചുറ്റി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഭംഗിക്കുറവുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള നൂലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയിൽ ഇത് ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള നൂലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുത്തപ്പോഴും വേറെ ഭംഗിക്കുറവൊന്നുമില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല സെല്ലോ ടേപ്പ് ചുറ്റിയതിൻ്റെ ആ ഒരു ഇത്തിരി ഭംഗിക്കുറവ് ഉണ്ട് താനും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈറ്റുകളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. രാത്രി എന്നിട്ട് ആ ലൈറ്റൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും. പകലാണെങ്കിലും ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും. പല കളറിലുള്ള ലൈറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ ഐഡിയ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.